ഹലോ, ഇന്ന് നമ്മൾ ഫ്രാൻസിലെ സെക്കൻഡ് ഡേ ആണേ. വേണമെങ്കിൽ ലാസ്റ്റ് ഡേ എന്നും പറയാം. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഒരുപാട് ഷെഡ്യൂൾസ് ഒന്നും നടത്തിയിട്ടില്ല. ഇന്നലെ നമ്മൾ ഐഫൽ ടവറൊക്കെ കണ്ടു. അവിടെ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ക്യാമ്പ് സൈറ്റിലെത്തിയത്. ഇപ്പം നമ്മൾ പോകുന്ന സ്പോട്ട് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സ്പോട്ട് ഏതാണെന്ന് എന്തായാലും ഞാനിപ്പം പറയുന്നില്ല. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്ക്, അപ്പം മനസ്സിലാവും. നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി. സ്പോട്ട് ഏതാണെന്ന് ഇത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സ്പോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം നമ്മൾ ഏത് സ്പോട്ടിലാണ് വന്നേക്കുന്നതെന്ന്. ഞങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആണ് അല്ലേ, കുറച്ചധികം എക്സൈറ്റഡ് ആണ്. ശരിക്കും ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പം UK-നെക്കാട്ടിലും കൂടുതൽ തണുപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറൊക്കെ ഈ പറയുന്ന 6-5 ഒക്കെ കാണിക്കുന്നുള്ളെങ്കിലും UK-യിൽ ഈ ഒരു ടെമ്പറേച്ചർ എനിക്ക് ഇത്ര തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ ഒരു 4-5 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അത്രയ്ക്ക് തണുപ്പുണ്ട്. പിന്നെ കാറ്റും എല്ലാം കൂടി ആയിട്ട് തണുപ്പ് അവർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്ഥലം ഏതാണെന്ന് കാണണ്ടേ? നമ്മുടെയൊക്കെ 90s കിഡ്സിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായ ദി വേൾഡ് ഫേമസ് ഡിസ്നിലാൻഡ്. യെസ്, ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായ ഡിസ്നിലാൻഡിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്ലേസ്. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ മാപ്പൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഗൈഡ്. സോ നമുക്കിനി ഡിസ്നിലാൻഡിൻ്റെ ഉള്ളിലെ മാജിക്കൽ വേൾഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക. നമ്മൾ വന്ന സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരിത്തിരി കുറഞ്ഞു. ബാക്കിലോട്ടൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മളിവിടേക്ക് ക്യാബിലാണ് വന്നത്, മോട്ടോർ ഹോം കൊണ്ടുവന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഈ പാർക്കിംഗ് ഒക്കെ കുറച്ച് ഡിഫിക്കൽറ്റിയാണ്, കൂടാതെ നല്ല എക്സ്പെൻസീവാണ്. സോ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾ നിന്നില്ല. സോ ക്യാബ് വിളിച്ച് നമ്മൾ വന്നു. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡിസ്നിലാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറി. നമുക്കിവിടെ വലിയൊരു അബദ്ധം പറ്റി. നമ്മളിവിടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിംബൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിംബലോ സെൽഫി സ്റ്റിക്കോ അങ്ങനത്തെ ഉള്ള ഒരു ഡിവൈസും അകത്തേക്ക് കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് അവരതവിടെ വാങ്ങിച്ചു. പക്ഷേ അത് അവരവിടെ കീപ്പ് ചെയ്യുകയില്ല, നമുക്കുള്ളിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. ഞങ്ങൾ ശരിക്കും ഇവിടെ അടുത്തൊന്നും അല്ല നമ്മൾ ഹോട്ടൽസ് ഒന്നും ബുക്ക് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ക്യാമ്പ് സൈറ്റിൽ വണ്ടി ഇട്ടിട്ട് ക്യാബ് വിളിച്ചാണ് വന്നത്. സോ നമുക്കിത് കീപ്പ് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷനും ഇല്ല. അത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നന്നായിട്ട് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. ഇവർ ഫ്രഞ്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഇംഗ്ലീഷ് വലുതായിട്ട് ഇവർക്ക് അറിയില്ല. സോ അതെങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ലാസ്റ്റ് ജാക്കറ്റിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകാൻ എന്നുള്ളൊരു ഡിസിഷൻ പുള്ളി പറഞ്ഞ് ലാസ്റ്റ് ആ പുള്ളി തന്നെ ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് സെൽഫി സ്റ്റിക്ക് കയറ്റി വെച്ചിട്ടാണ്, നമ്മുടെ ഗിംബൽ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിട്ടത്. ഇതൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇത്രയും ക്യാഷ് മുടക്കി, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയ്ക്ക് ക്യാഷൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മളിവിടെ വരുന്നത് ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ സെൽഫി സ്റ്റിക്കോ ഇങ്ങനെയുള്ള ഗിംബൽസോ ഒന്നും അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഫുള്ള് കവേർഡായിട്ടാണ് നടക്കുന്നത്. ശരിക്കും ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കിതിൻ്റെ അകം ഫുള്ള് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടാണ്. പക്ഷേ ഈ മഴ നമ്മളെ ചതിച്ചു. മഴയായതുകൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം, എന്തായാലും വന്നതല്ലേ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഈ 1-2 ചെറിയ ഷോപ്പ് പോലെ പിന്നെ സ്വനേഴ്സും, പിന്നെ നമുക്ക് ഈ മിക്കി മൗസിൻ്റെ മറ്റേ ഹെയർ ബാൻഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഭയങ്കര ക്രേസായിട്ടുള്ളവർ അതൊക്കെ വാങ്ങിച്ച് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ആ ഒരു മിക്കി മൗസിൻ്റെ കോസ്റ്റ്യൂമിലൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ പോയേക്കുന്നത്. ചില ആൾക്കാരൊക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു അങ്ങനെയൊക്കെ. അത് കുറച്ചും കൂടി ആ ഒരു ഫാൻറ്റസി വേൾഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ അവർ അതേ കോസ്റ്റ്യൂമിലൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നത്.
ഇവിടെ നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് ആ ഒരു വൈബിലിരിക്കുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ആൾക്കാരൊക്കെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഡിസ്നിലാൻഡ് പാർക്ക്. നമ്മൾ അവിടേക്ക് ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ നല്ല ക്യൂ ഉണ്ട്. ഇനി എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വരുമെന്നൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ നമുക്ക് വലിയ പ്രശ്നം വരില്ല. മഴ പെയ്താലും നമ്മൾ സെക്യൂർഡാണ്. പക്ഷേ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴയായതുകൊണ്ട് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മുടെ ഡിസ്നിലാൻഡ് പാർക്കിലേക്കുള്ള ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ ടിക്കറ്റിൻ്റെ QR കോഡ് കാണിച്ചത് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് ആക്സസ് കിട്ടുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. മഴയൊക്കെ ആണെങ്കിൽ തന്നെയും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇപ്പം ക്രിസ്മസ് ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ടാപ്പ് ചെയ്ത് കയറാൻ പോവാം. യെസ്, ആക്സസ് ആയി. നമ്മളെടുത്ത ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രൂപ്പ് ടിക്കറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ആക്സസ് എടുക്കണമെങ്കിൽ 1 by 1 QR കോഡ് കാണിക്കണമായിരുന്നു. നമുക്കത് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ 1 by 1 QR കോഡ് എടുത്തിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് പറ്റിയത്. അങ്ങനെ കുറച്ച് ടൈം നമുക്ക് അവിടെ സ്പെൻഡായി. മഴയായാലെന്താ, മഴയ്ക്കൊന്നും ഇവിടെ ഒരു പ്രോബ്ലവും ഇല്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മഴയായാലും ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആൾക്കാരിവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഡിസ്നിലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി ഒരു വൈബാണ്. പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്മസും കൂടി ആയാൽ പിന്നെ പറയണ്ടല്ലോ. ഇവിടെ ഫുള്ള് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് കണ്ടില്ലേ, വലിയൊരു ക്രിസ്മസ് ട്രീ. അത് ഫുള്ള് ലൈറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഇതിൽ കയറിയാലോ, ട്രെയിനിൽ. അപ്പം നമ്മൾ ഇനിയിപ്പം മഴയല്ലേ എങ്കിൽ ട്രെയിനിൽ കുറച്ച് നേരം ഒന്ന് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഫുള്ള് നനഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ട്രെയിനിൽ ക്യൂ നിൽക്കാം. അത്യാവശ്യം നല്ല ക്യൂവാ. നമ്മൾ എത്ര നേരം നിന്നാൽ ഈ ക്യൂ കവർ ചെയ്ത് നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ആ ക്യൂ കാണിച്ചു കൊടുത്തേ, ഇത്രയും ഉണ്ട്. ഇതോ ട്രെയിൻ വരുന്നു, ഇതോ അങ്ങനെ ട്രെയിൻ വരുന്നു, ഇതോ നോക്ക്. ഇത് കൊള്ളാലോ, ഒരു വെറൈറ്റി ട്രെയിൻ വന്നിട്ടുണ്ട്. ഇവർ ഒരു റൗണ്ട് പോയിട്ട് വന്നേക്കും ആൾക്കാർ. ഇനി അടുത്ത റൗണ്ടിൽ കയറാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുക. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി ട്രെയിൻ ഇങ്ങനെ കാലിയായി കിടക്കുക. ഇനി നമ്മളിത് കയറാൻ പോവാം. ഇത് കയറുമ്പം ഇതിപ്പോൾ ഫുള്ളാവും. കാരണം അത്രയ്ക്ക് ക്യൂ ഉണ്ട് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ. ഇതിപ്പോൾ എന്തോ ഒരു തുരങ്കം പോലൊരു സാധനത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഫുൾ ഇരുട്ടാ. നമ്മൾ ഇരുട്ടത്തായി ഗൈസ്. വാവ്, ഇവിടെ ഓരോന്നൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ട്രെയിൻ മൂവായി കുറച്ചായപ്പോൾ തന്നെ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇറങ്ങി. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ഈ ട്രെയിൻ ജേർണി ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇതിൽ കയറിയത്. സോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു.
ഇനി എനിക്കൊന്ന് നമ്മൾ വീണ്ടും ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം. യെസ്, നമ്മൾ വീണ്ടും അടുത്ത് തരംഗത്തിൽ കയറി. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ട്രെയിൻ റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞെങ്കിലും നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു. നമ്മൾ ട്രെയിന് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്നു. കാരണം ഇത് നെക്സ്റ്റ് റൗണ്ട് പോകുമ്പം ഇതിൽ ഒരേ ഒരു സ്റ്റേഷനേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ. അവിടെ നമുക്ക് വേറെ ഒരുപാട് സ്പോട്ട് കാണാനുണ്ടായിരുന്നു. സോ നമ്മൾ ട്രെയിനിൽ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രെയിൻ വന്നിറങ്ങി. നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. നമ്മൾ ഇറങ്ങി ഈ ഒരു സ്റ്റോപ്പിൽ എന്തോ ഒരു ഷോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ ഷോ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതോടെ കണ്ടു നോക്കാം. നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയൊരു ക്യൂ കണ്ടു. ഈ ക്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോഴാണ് നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആയത്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമ്മുടെ മിന്നി മൗസ് ഇവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഇതാ കിഡ്സൊക്കെ കണ്ടോ പോയി ഹഗ് ചെയ്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. കിഡ്സ് മാത്രമല്ല കേട്ടോ, അഡൾട്ട്സും നിന്നെടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ. കൊള്ളാം. അങ്ങനെ നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുക മിന്നി മൗസിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ക്യൂ ഉണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ക്യൂ നിന്ന് ലാസ്റ്റ് മിന്നിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര ആൾക്കാരെയും കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മിന്നി അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഡിസ്നിലാൻഡിൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്പോട്ടിലെത്തുമ്പം നമ്മൾ വളർന്നു എന്നുള്ള കാര്യം മറന്നു പോവും. നമ്മൾ ശരിക്കും കൊച്ചു കുട്ടികളുടെ കൂട്ടായിപ്പോവും. അങ്ങനെ ഒരു വൈബ് വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ മിക്ക സ്പോട്ടുകളും. നമുക്ക് നല്ല വിശപ്പ്, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മളിവിടെ ക്യൂ നിന്ന് ഫുഡ് കളക്ട് ചെയ്യണം. ഫുഡ് കളക്ട് ചെയ്തിട്ട് വേണം സീറ്റിൽ ടേബിളിൽ പോയി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇവിടെ ഭാഗ്യത്തിന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഫ്രഞ്ചിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസിൽ ബർഗർ മാത്രമേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുള്ളായിരുന്നുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് അത്ര പരിചയമില്ലാത്ത ഡിഷുകളാണ്. എന്നാലും നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. ചിലതിൻ്റെ ഒന്നും ഫ്ലേവറൊന്നും നമുക്കത്ര ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഭയങ്കര കോസ്റ്റ്ലി ആയിപ്പോൾ ഇവിടെ, പക്ഷെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും കുറവ്. ക്വാളിറ്റി കുറവാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത് ഇവിടുത്തെ ഒരു ടേസ്റ്റിലാണ് ഫുഡാക്കിയേക്കുന്നത്. നമുക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവിടെ കോമൺ ആയിട്ട് ഈ ടേസ്റ്റ് ആണോ നമുക്കറിയില്ല. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിനാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചിറങ്ങി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മളിങ്ങനെ റൂട്ട് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ഐഡിയ ഇല്ല. പിന്നെ ക്ലൈമറ്റ് അത്ര രസമില്ല. ക്ലൈമറ്റ് വേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ശോകമാണ്. ഇത് നമ്മൾ മുമ്പ് കയറിയതിൻ്റെ വേറൊരു ടൈപ്പ് സാധനം. ഇത് ഓപ്പൺ ട്രെയിനാണ്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒരു രൂപം ഉണ്ട്. അത് ശരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പുറത്തെ സൈഡാണ് അതിൻ്റെ വ്യൂ ഉള്ളത്. പാറയ്ക്കകത്ത് എന്തോ കുത്തി വെച്ചേക്കുക. ഇതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാണിക്കുന്നത്. നോക്കാം. ഇവിടെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങുന്നവർക്കൊക്കെ വാങ്ങിക്കാം.
ഈ ബിൽഡിംഗ് ശരിക്കും കാണാനൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അലാദിൻ്റെ ഒരു ബിൽഡിംഗ്, അലാദിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നറിയില്ല, കയറി നോക്കണം. അപ്പം നമുക്കതിൻ്റെ അകത്ത് എന്താണെന്നുള്ളതൊന്ന് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ വാളൊക്കെ ഇരിപ്പുണ്ട്. Wow. അലാദിൻ്റെ അത്ഭുത വിളക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി അലാദിൻ്റെ അത്ഭുത വിളക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ശരിക്കും ഒരുപാട് നല്ല കാഴ്ചകളുണ്ടായിരുന്നു. അവർ ഓരോരോ സ്റ്റോറീസാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നല്ല കളർഫുള്ളായിട്ടും അവരുടെ ആ ഒരു മ്യൂസിക്കൽ തീമിലൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു അറബിക് ക്ലാസിക് വൈബ്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നമുക്കതാ കിട്ടിയത്, ഒരു അറബിക് ക്ലാസിക് വൈബായിട്ടുണ്ട്. അങ്ങനെ അലാദിൻ്റെ ആ ഒരു ഫാൻറ്റസി വേൾഡ് കഴിഞ്ഞു. നമ്മൾ പുറത്തിറങ്ങി. അതിനകത്ത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, പല വെറൈറ്റി ആയിട്ട്. നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം. അലാദിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊട്ടാരമാണോ അത്, ഗുഹയോ? അങ്ങനെ നമ്മൾ സ്പോട്ട് തപ്പി ലാസ്റ്റ് നമ്മുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടി കണ്ടെത്തി. സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര്. ഇതാണ് ഇവിടുത്തെ ഫേമസ്. സോ നമ്മൾ ഫൈനലി അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഫ്രണ്ട് ഭയങ്കര തിരക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുക. ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടി ക്യാസിൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരുപാട് സംഭവങ്ങൾ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഈ ക്യാസിൻ്റെ ഫ്രണ്ടിൽ. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നതുണ്ടല്ലോ ഈ ഡിസ്നിലാൻഡിൻ്റെ വെരി ഫേമസ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ്. ശരിക്കും എല്ലാവരും ഇവിടെ വരുന്ന ഒരു ഐക്കോണിക് പ്ലേസ് ആണ് ഇവിടെ. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. നമ്മൾ ശരിക്കും ഒരുപാട് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രെയിനിൽ പോയിട്ട് ഒരു സ്റ്റേഷനിൽ ഇറങ്ങി, പിന്നെ അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. എന്തായാലും ഇത് ശരിക്കും ഒരു വർത്തി വ്യൂ ആണ് ഈ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഫ്രാൻസിലൊക്കെ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഡിസ്നിലാൻഡ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഇത് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാണ് മോസ്റ്റ്ലി ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരിത്തിരി ക്യാഷ് മുടക്കിയാൽ നമുക്ക് ഇത്ര നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്പോട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫുൾ സ്ഥലം മൊത്തം എല്ലാ സ്പോട്ടും കണ്ടു തീരണമെങ്കിൽ
ഒരു ദിവസം പോലും തികയില്ല. ശരിക്കും ഇവിടെ ഓരോരുത്തർ ടിക്കറ്റ് എടുക്കുന്നത് വെച്ചാൽ 2-3 ദിവസത്തേക്കാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ആൾക്കാർ സ്റ്റേ ചെയ്തിട്ടാണ് ഈ ഫുള്ള് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അത്രയ്ക്കുണ്ട്. ഇത് ഏക്കർ കണക്കിന് കിടക്കുവാണ് ഈ ഒരു ഫുള്ള് സ്പോട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും എല്ലാ ഏരിയയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങളെ കൊണ്ട് അത് പറ്റില്ല. നമ്മളിപ്പം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐക്കോണിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുള്ളൂ. എന്നാലും ഇന്ന് നൈറ്റ് വരെ നമ്മളിവിടെ ഉണ്ടാവും. ഇന്ന് ഇത് ക്ലോസ് ചെയ്യുന്നിടം വരെ നമ്മളിവിടെ നിൽക്കാനാണ് പ്ലാൻ. പക്ഷെ എന്നാലും എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഫുള്ള് സ്പോട്ടും കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡിസ്നിലാൻഡ് ടിക്കറ്റ് എടുക്കുന്നവർ ഈ പറയുന്ന രീതി നേരത്തെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള എല്ലാ സ്പോട്ടും കാണണമെന്ന് ആഗ്രഹമുള്ളവർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഡിസ്നിലാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ 2 പാർക്കുണ്ട്. നമ്മളിപ്പോൾ ഡിസ്നിലാൻഡ് പാർക്കിലാണ് കയറിയേക്കുന്നത്. ഇത് കൂടാതെ വാൾട്ട് ഡിസ്നി പാർക്കും ഉണ്ട്. നമ്മൾ എന്തായാലും അവിടെ ടിക്കറ്റ് എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഡിസ്നിലാൻഡിൽ മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ നിന്നപ്പോൾ പെട്ടെന്നായിരുന്നു ഇവിടുത്തെ ഫൗണ്ടെയിൻസിലെ ലൈറ്റ്സ് ഒക്കെ മാറി പെട്ടെന്ന് ഇതിങ്ങനെ വാട്ടർ പമ്പ് ചെയ്യാൻ തുടങ്ങിയത്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണാൻ വേണ്ടി ഇവിടെ ഫുൾ ആൾ കൂടി. ഇവിടെ എല്ലാം ഫുൾ ആളായി. കിഡ്സൊക്കെ ഇതാ എൻജോയ് ചെയ്യുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ അകത്ത് കയറാം. അതിൻ്റെ അകത്ത് എന്താണ് വ്യൂ എന്ന് നോക്കാം. ഭയങ്കര തിരക്ക് കേട്ടോ ഇവിടെ. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് തിരക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ഇവിടെ തിരക്കുണ്ടാവുമല്ലോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. ഈ ക്യാസിൻ്റെ അകം നല്ല കളർഫുള്ളായിരുന്നു. ഇവിടെ എല്ലാം അവർ ഓരോ പോഡിയത്തിൽ ഓരോ ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടെക്സ്റ്റാണ്. അത് പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ജസ്റ്റ് കണ്ടിട്ട് പോകാം, അത്രയേ ഉള്ളൂ. പക്ഷേ ആ കളർഫുള്ളായിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ്ങും പിന്നെ ഈ ക്യാസിൻ്റെ ഉള്ളിലെ ആ ഒരു ലൈറ്റിങ്ങും അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഫുള്ള് റൈഡ്സിൻ്റെ സെഷൻ. നമ്മൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്കിതെല്ലാം കണ്ടു തീർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കുണ്ട് ഇവിടെ മൊത്തം കാണാൻ വേണ്ടിയിട്ട്. ആ റൈഡിലൊക്കെ ഒന്ന് കയറണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ടൈം ഉണ്ടാവില്ല. ഇനി നമുക്കിവിടെ പരേഡൊക്കെ കാണാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ മുമ്പ് ശരിക്കും പരേഡ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. പക്ഷേ നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ അകം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഒന്ന് കയറിപ്പോയതാ. തിരിച്ചു വന്നപ്പോഴത്തേന് ഇവിടെ ജനസാഗരം, ഇത്രയും ആൾക്കാർ. വാവ്, നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ ആയിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പരേഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ തിരക്ക് കാണുന്നത്. ഇതിൻ്റെ വിശേഷം എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഡിസ്നിലാൻഡിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബായ്.